പ്രശാന്തേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിനെ അതിജീവിത രണ്ടാമതൊരു അതിജീവിതയെ ഈ ജാമ്യ വ്യവസ്ഥ നിൽക്കവേ തന്നെ, അദ്ദേഹത്തെ ഇപ്പൊ ജാമ്യ വ്യവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കോടതിയുടെ ചില നിർദ്ദേശപ്രകാരമാണ് ആ ജാമ്യം വന്നിരിക്കുന്നത്, കടുത്ത നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അതിജീവിതയെ ഫോൺ ചെയ്തു എന്നും അതവർക്ക് വല്ലാത്ത മാനസിക അസ്വസ്ഥത ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ, പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിനെതിരെ സർക്കാർ പരാതിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നീതി, ഗണേശന് മറ്റൊരു നീതി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം ഗണേശനിലേക്ക് പോയാൽ മതി. ചേട്ടൻ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നീതി, ഗണേശൻ ഒരു നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഭരിക്കുന്ന ഈ പറയുന്ന LDF നിൽക്കുകയായിരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ആ ന്യായം രാഹുലിന് കിട്ടിയാലേ. കാരണം അപ്പം ഭരിക്കുമ്പോൾ മക്കളെ സംരക്ഷിക്കേണ്ട അപ്പൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ പോലെ LDF ഭരിക്കുമ്പോൾ ഗണേശനെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് വരുന്നത്. ഇപ്പൊ ജാമ്യ വ്യവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്, അതറിയാമല്ലോ. ആ ജാമ്യ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിജീവിതയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധപ്പെടലുകളോ ഉണ്ടാവാൻ പാടില്ല. അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികളോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കുകയും വീണ്ടും മാങ്കൂട്ടം അകത്തേക്ക് പോവുകയും ചെയ്യണം എന്നാണ് ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥ. ആ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അന്വേഷണ സംഘമാണ് കേട്ടോ. അന്വേഷണ സംഘമാണ് ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജാമ്യത്തിലാണെങ്കിൽ രാഹുലിനെ വിടാതെ അങ്ങ് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ ആരൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ രാഹുൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഇവരെ ഫോൺ വിളിക്കാൻ പോയിട്ടില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവരെനിക്കൊരു ഇമോജി അയച്ചു, അപ്പോൾ എൻ്റെ കൈ തട്ടി കോൾ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ഖണ്ഡിക്കാനായിട്ട് ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള മനു കല്ലമ്പള്ളിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. മനു കല്ലമ്പള്ളി പറഞ്ഞിട്ടുള്ളത്, വളരെ വർഷങ്ങളായി അല്ലെങ്കിൽ വളരെ നാളുകളായി കോൺടാക്ട് ഇല്ലാത്ത ഒരു കോളിലേക്ക് കൈതട്ടി കോൾ പോയെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുമ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കുവാനായിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഹാജരാക്കിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത്. കാരണം ഒരു വട്ടമല്ല 2 വട്ടം ചൂടുവെള്ളത്തിൽ വീണ് പൊള്ളലേറ്റ പൂച്ചയാണ്. എന്തായാലും ഇനിയിപ്പോൾ പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാലും മാങ്കൂട്ടം ഒന്ന് ഭയക്കും. എന്താണെങ്കിലും പുള്ളി അത് ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം പറയുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ എന്തിനാണ് തന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് അതിജീവിതയായിട്ടുള്ള ആ സ്ത്രീ എന്തിനാണ് ഒരു ഇമോജി ഇട്ട് കൊടുത്തത് എന്നുള്ളത് ഈ വാർത്ത കേട്ട സമയം തൊട്ട് എനിക്കിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എന്തായാലും പീഡിപ്പിച്ച വ്യക്തിയോട് പീഡിപ്പിക്കപ്പെട്ട വ്യക്തി യാതൊരുവിധ ബന്ധവും പിന്നീട് വെച്ച് പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും അതല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടി അത്രയും വിശാല മനസ്കായ ഒരു പെൺകുട്ടിയായിരിക്കും. മറ്റേ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ വിശാല മനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ വിശാല മനസ്കയായ ആ യുവതി മാങ്കൂട്ടത്തിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കളഞ്ഞാൽ മതി. അല്ല പ്രശാന്ത്, ഇതിലെ ഇത് പറയുന്ന പോലെ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ തെറ്റ് പറയത്തക്ക രീതിയിലാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പോയിരിക്കുന്നത്. കാര്യം ജാമ്യ വ്യവസ്ഥകളൊക്കെ തെറ്റിച്ചു എന്നുള്ളത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നിൽക്കുമ്പോൾ ഗണേശന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഗണേശന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രക്ഷാപ്രവർത്തനമാണ് ചേട്ടാ നടന്നത്. കാരണം ഈ തങ്ങളെ എതിർക്കുന്നവരെ മൊത്തം തല്ലി ചതച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും ഗണേശൻ നടത്തിയത് ഒരു രക്ഷാപ്രവർത്തനമാണ്. ഒരു സ്ത്രീക്ക് കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഭാര്യ കടന്നു ചെന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ പുള്ളിക്കാരി തെറ്റിദ്ധരിച്ചതാണ്. ഗണേഷ് വ്യക്തമായി, അതായത് മിനിസ്റ്റർ വ്യക്തമായി തന്നെ ഭാര്യ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി, നീ കരുതുന്ന പോലത്തെ ഒരു ബന്ധമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്, ഞാൻ അവൾക്കൊരു കൃത്രിമ ശ്വാസം കൊടുത്താണ്. കൃത്രിമ ശ്വാസം കൊടുക്കുന്ന അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതിനിപ്പോൾ ഞാനത് വലിച്ച് വിശദീകരിച്ച് പറഞ്ഞ് ഇതിനെ ഒരു വൾഗർ രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കൊണ്ട് തന്നെ അങ്ങനെ ഒരു കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കയറി വരുന്നു. അപ്പൊ അങ്ങനെ ആ കേസ് അങ്ങ് തീർന്നുപോയി. പക്ഷെ ഇതിപ്പം മാങ്കൂട്ടം ഈ കേസിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മുറവിളി കൂട്ടിയ സഖാക്കന്മാരൊക്കെ ഇപ്പൊ ഉറക്കത്തിലാണ്. കാരണം അവര് സുഖനിദ്രയിലാണ്. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. ഗണേഷ് കുമാറോ എവിടെ? അദ്ദേഹം അങ്ങനെ ചെയ്യുമോ? അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റ അണികളാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നവരുമുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയെ ഗൺമാനെ കൊണ്ട് ആക്രമിപ്പിച്ചത് കേസില്ല.
അവരെ തടങ്കലിൽ പാർപ്പിക്കുന്ന പോലെ മുറിക്കുള്ളിൽ പൂട്ടിയതിന് കേസില്ല. അതായത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തെ സ്പർശിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള കാര്യം അയ്യപ്പൻ ഞാൻ പറയാൻ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അനുവാദം ഉണ്ടെങ്കിൽ പോലും അവൾ എന്നെ തൊട്ടത് ഇങ്ങനെ ഒരു രീതിയിലാന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ, അതായത് ഇന്നിപ്പോ അനുവാദത്തോട് ടച്ച് ചെയ്തിട്ട് നാളെ അവൾ പറയുവാണ് എന്റെ അനുവാദമില്ലാതെ തൊട്ടെന്ന് പറഞ്ഞാൽ അത് വേറെ കേസാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ വാനോളം ഉയർത്തി കാണിച്ചുകൊണ്ട് LDF ഇല്ലെങ്കിൽ മറ്റാരെ എന്ന് ചോദിച്ചുള്ള ഒരു മുദ്രാവാക്യം, ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന കൂടെ തന്നെ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതായത് സ്വന്തം ടീമിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം ടീമിൽ പ്രവർത്തിക്കുന്ന ഒരു മിനിസ്റ്ററുടെ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത പ്രസ്ഥാനമാണ് ഈ നാട്ടിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവ മുദ്രാവാക്യം പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന പുച്ഛമാണ് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല, ഗണേശൻ എന്ന് പറയുന്ന അവരുടെ LDF മുന്നണിയിലെ പത്തനാപുരത്തെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന കേരള കോൺഗ്രസ് B നേതാവ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന വിവാദം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഈ വിവാദം ഒരു സ്ത്രീ ഇപ്പോഴത്തെ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ, ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിലിരുന്നപ്പോൾ അന്നും അവിടെ മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം എന്തായിരുന്നു? അന്ന് അദ്ദേഹത്തെ മറ്റൊരു ആദ്യ ഭാര്യയുടെ പ്രശ്നവുമായി അന്ന് അദ്ദേഹത്തിന് 3000-ന് മേലെ എങ്ങാണ്ട് നിൽക്കുന്നത്, അതായത് 3000-നും 4000-നും ഇടയിൽ നിൽക്കുന്ന പ്രണയങ്ങളെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് അദ്ദേഹം 5000-ലേക്ക് അല്ല പ്രസാദ്, അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പ്രണയിച്ചോട്ടെ, അദ്ദേഹം പ്രണയിക്കുകയോ പ്രണയിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഉണ്ടായ കുടുംബ പ്രശ്നമാണ്. അതിൽ നമ്മൾ എന്തിനു ഇടപെടണമെന്നാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം. അതായത് CPM നേതാക്കൾ നമ്മളെല്ലാവരും നമ്മൾ ഇന്നലെ ചെയ്ത ആദ്യ വാർത്ത ഈ പറയുന്ന പോലെ ഗണേശൻ രാജി വെക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു വാർത്ത ചെയ്തത്. നമ്മൾ ചെയ്തൊരു ടോക്ക് അതായിരുന്നു. പക്ഷെ ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാൻ കഴിയുന്നത് ഗണേശൻ രാജി വെക്കില്ല തീരുമാനം. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഗണേശൻ നീക്കിയ ചില നീക്കങ്ങൾ, ഗണേശൻ നീക്കിയ നീക്കങ്ങൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചേട്ടാ അതിനാണ് ഞാൻ പറയാം. അതിനെ ഞാൻ മറ്റേ ഗവൺമെന്റിലും ഈ ഗവൺമെന്റിലുണ്ടായ വിഷയം അതിനെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് പറഞ്ഞു. അതായത് അവിടെ UDF-ൽ നിൽക്കുന്ന സമയത്ത് ആദ്യ ഭാര്യ ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ഒരു രക്ഷാപ്രവർത്തനം കണ്ടുപിടിച്ച് അടി കൊടുത്ത സമയത്ത് എന്ന് പറയപ്പെടുന്നു ഭാര്യ യാമിനി തങ്കച്ചിയാണ്. മുക്കുവിന്റെ പാലം വരെ പൊട്ടിയായിരുന്നു. യാമിനി തങ്കച്ചിയാണ് അടിച്ചതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ബിജു രാധാകൃഷ്ണൻ അടിച്ചതെന്ന് വന്നു. അതിനുശേഷം സത്യം വെളി വന്നപ്പോ ട്രിവാൻഡ്രം ഭാഗത്തുള്ള ഏതോ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരടിക്ക് 3 അവകാശികൾ, ഒരടിക്ക് 3 അവകാശികളുള്ള ഏക മന്ത്രിയാണ് നമ്മുടെ KV ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സത്യം പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു സ്ത്രീക്ക് ഇതുപോലെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ അവരുടെ ഭർത്താവ് വന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷെ അന്ന് UDF ഭരിച്ചിരുന്നത് നിലപാടുകളുള്ള ചങ്കുറപ്പുള്ള ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് അതിനെ എഴുതി വാങ്ങിച്ചിരുന്നു. രാജി ഓർക്കുന്നുണ്ടോ? രാജി എഴുതി വാങ്ങിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് ഭരിച്ച മനുഷ്യൻ നിലപാടുകൾ ഉണ്ടായിരുന്നു, ചങ്കുറപ്പുണ്ടായിരുന്നു. ആ രണ്ടിന്റെ വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നലെ വാർത്തയിട്ടത്. ഗണേഷ് രാജിയിലേക്ക് പോകുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ചങ്കുറപ്പുള്ളവരാണ്. അല്ലെങ്കിൽ പ്രശാന്ത് ഗുരുവാനോട് പറയാം, അതായത് മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് ആ പറയുന്ന അതിലേക്ക് ഞാൻ വരുന്നു. അപ്പം അദ്ദേഹം, അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുഖ്യമന്ത്രി നിലപാടുകളുള്ള ചങ്കുറപ്പുള്ള ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടച്ചങ്കനാണെന്ന് തന്നെയുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്നലെ നമ്മൾ ആ വാർത്ത ചെയ്തത്. പക്ഷേ ഇരട്ടച്ചങ്കല്ല, വെറും പരട്ടച്ചങ്കാണെന്ന് ഇന്നലെ ഒരു 10 മണിയോടുകൂടി നമുക്ക് മനസ്സിലാക്കി തന്നത്. കാരണം സ്വന്തം മകളുടെ അടുത്താണ് ഈ സ്ത്രീ പോയി പരാതി കൊടുത്തത്. അവരും ഒരു സ്ത്രീയല്ലേ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും ഒരു സ്ത്രീ തന്നെയല്ലേ? അല്ലേ? അവരുടെ അടുത്ത് ഒരു സ്ത്രീ എനിക്ക് ഇന്ന പോലൊരു മാനസിക പ്രശ്നം വന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്നും പറഞ്ഞ് പരാതി കൊടുത്ത്, ആ മകളെ ഓർത്തെങ്കിലും ആ പരാതിക്ക് ഒരു ന്യായം നേടി കൊടുക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. എഴുതി വാങ്ങിക്കണമായിരുന്നു രാജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കറ തീർത്ത് വിളിക്കാൻ പറ്റുമായിരുന്നു. ചങ്കുറപ്പുള്ളവൻ, ഇരട്ടച്ചങ്കൻ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഓട്ടച്ചങ്ക്, വെറും പരട്ടച്ചങ്കായി പോയ. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവത്തെ ഭയന്ന് തന്നെയാണ് ഇങ്ങനെ വിടാതെ പിന്തുടരുന്നതെന്നും ഈ പറയുന്ന പത്തനാപുരത്ത് ഇനിയിപ്പം ഈ പറയുന്ന ഗണേഷിന്റെ പിണക്കി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള പാർട്ടിയുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗണേഷിനെ ചുമലി ചോന്നു നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്കെന്താ പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും പഠിച്ചിട്ട് അത് തുറന്നു വെച്ച് വായിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. മനസ്സിലായോ? ഇതിപ്പം കൊല്ലത്ത് പത്തനാപുരം എന്ന് പറയുന്ന പ്രദേശം ഇത്തവണ പോയാ ഇനി ജന്മത്ത് ജീവിതകാലത്ത് കിട്ടില്ല എന്നുള്ള കാര്യം LDF ഘടകങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവർക്ക് നിർത്തുവാനായിട്ട് അവിടെ ഇല്ലതാനും. കാരണം നേരത്തെ തന്നെ അറിയാലോ, ഗണേഷ് വരുന്ന സമയത്ത് നിർത്തിയവരൊക്കെ പച്ചവടാവുകയും പിന്നെ ഗണേഷ് വന്നപ്പോഴാണ് അവിടെ ചെങ്കൊടി വാരി തുടങ്ങിയത്. ചെങ്കൊടി വാരി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി ചെങ്കൊടി വാരി തുടങ്ങി. ഇനിയിപ്പോ അത് കൈവിട്ട് പോയിരിക്കാനായിട്ട് പച്ച മലയാളത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ പണ്ടൊരാൾ പറയും
അമേദ്യം ചുവന്നവനെ ചാരി കഴിഞ്ഞാല് ആ ചാരിയവനെയും മാറുമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പാർട്ടി അമേദ്യം ചുവന്നവനെ ചാരി വന്നിട്ട് നന്നായിട്ട് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ഇരട്ടച്ചങ്കരെന്ന് സ്വയം വിളിക്കുന്ന പേരൊന്ന് സത്യമാക്കണമെന്നുണ്ടെങ്കിൽ നിലപാടിന്റെ ഭാഗത്ത് നിൽക്കണമെന്ന് പറയാനുള്ളൂ. നിൽക്കില്ല എന്ന് അറിയാം, എന്നാലും ആശിച്ചു പോവാണ് പുള്ളി നിലപാടിന്റെ കൂടെ നിൽക്കട്ടെ എന്ന്. ഇപ്പോഴൊക്കെയാണ് പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിൽ ശാന്തനായി ഉറങ്ങുന്ന ആ പുണ്യാളിന്റെ വില ഒന്നും അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ.